പ്രവീൺ പ്രണവ് അല്ലെങ്കിൽ കൊച്ചു പ്രണവ് അല്ലെങ്കിൽ മൃദുല അല്ലെങ്കിൽ അച്ഛനമ്മ ഈ പേരുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇത് അത്രയ്ക്ക് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് അതിന്റെ കാരണങ്ങളൊന്നും പറയണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പലരും എടുത്ത് റിയാക്ട് ചെയ്തതുമാണ്. ഈ ഒരു വീഡിയോ സഹിതം പല ന്യൂസുകളും നമ്മൾ കണ്ടതാണ്. എസ്പെഷ്യലി മൃദുലയ്ക്ക് സംഭവിച്ച ആ ഒരു ക്രൂര പീഡനം അത് വീഡിയോ സഹിതം എക്സ്പോസ് ചെയ്ത്, അത് പ്രവീൺ എക്സ്പോസ് ചെയ്തതോടുകൂടി തന്നെ അത് വലിയ രീതിയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരു വീഡിയോ, അതായത് തന്റെ ഭാര്യയ്ക്കും തനിക്കും ഏറ്റ ആ ഒരു പീഡനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പ്രവീണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തിരുന്നല്ലോ. ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല. ആ വീഡിയോ മാത്രമല്ല, കൊച്ചു പ്രണവ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ കൊച്ചു ഇട്ടിരുന്ന, അതായത് പ്രണവ് ഇട്ടിരുന്ന വീഡിയോയും കാണാനില്ല. രണ്ടുപേരും പ്രൈവറ്റ് ആക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് പ്രവീൺ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ല എന്ന് മനസ്സിലായി. അല്ല, പ്രവീൺ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ല എന്ന് വെച്ചാൽ ഈ കരുണ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിരുന്നത്? ശരിക്കും ഇവരിട്ട പോസ്റ്റിനെ എടുത്തല്ലേ, അവരിട്ട വീഡിയോ തന്നെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ചാ വിഷയമായത്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ട് പല വീഡിയോസും ഇട്ട് പല കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തത് ഇവർ തന്നെയല്ലേ. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കരുണ കിട്ടും എന്നാണോ കരുതിയത്? ഈവൻ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോട്ടെ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിന് നമ്മുടെ അയൽവക്കക്കാരനിൽ നിന്ന് പോലെ കരുണ കിട്ടുമോ? അവരൊരു പക്ഷെ മധ്യസ്ഥതയ്ക്ക് വന്നിരിക്കാം, പക്ഷെ കരുണ കിട്ടുമെന്ന് കരുതിയിട്ടാണോ ഈ വീഡിയോ എടുത്തിട്ടതും, അതും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ? നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഈ റീച്ചിന് വേണ്ടിയിട്ട് ആരാണ് ഇറങ്ങിയത് ഇവിടെ? നിങ്ങൾ രണ്ടുപേര് തന്നെയല്ലേ. ഇതിലെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഈ രണ്ട് വീഡിയോക്ക് തന്നെയല്ലേ. അത്രയ്ക്കും പറയുന്ന റീച്ചിന് വേണ്ടി അല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തിനാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. അതിൽ നിന്ന് നല്ലൊരു ഏർണിങ്സ് തന്നെയല്ലേ കിട്ടിയിരുന്നത്. അപ്പം റീച്ചിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മറ്റുള്ള റീച്ചിന് വേണ്ടി ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് മറ്റുള്ളവർക്കും റീച്ചിന് വേണ്ടി തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. പ്രവീൺ ഈ പറഞ്ഞ കാര്യം പ്രവീൺ ഈ വീഡിയോ ഇട്ടപ്പോൾ സമയത്ത് ഇത് ഓർത്തില്ലായിരുന്നോ? ഈ ഒരു നഷ്ടം സംഭവിക്കുന്നത് പ്രവീണിന്റെ ഫാമിലിക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഈ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഓർത്തില്ല? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് തന്നെ ഈ ഒരു കമന്റ് ബോക്സിലൂടെ തന്നെയാണ്. ഈ കമന്റ് ബോക്സിലൂടെ ഒരുപാട് പേര് ചോദിക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളുകൾ ഇവരെ കാണാതിരിക്കുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ട് ചോദിക്കും, ഫാമിലി ഇവിടെ പോയി എന്നൊക്കെ. കുറച്ച് ദിവസമേ അതിനൊരു ആയുസ് കാണത്തുള്ളൂ. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ആ ഒരു ചോദ്യങ്ങളെല്ലാം കെട്ടണമെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ ന്യൂസ് വരുമ്പം ആളുകൾ പിന്നെ ചിക്കി ചികഞ്ഞ് അതിന്റെ പിറകെ പോകും. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ മതി, അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്ത് ഞങ്ങൾ ഉടനെ വരും, അത് എന്തായാലും എനിക്ക് പുറത്ത് പറയാൻ നിങ്ങൾ അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. അതിന് പകരം പ്രവീണാണ് ഈ ഒരു റീസണ് തുടക്കമിട്ടത്. അതായത് തനിക്ക് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവീണ് ആ ഒരു വീഡിയോയിലൂടെ വന്നത്. അഡ്രസ് ഇല്ല എന്ന് എടുത്ത് പറയുമ്പം അവിടെ ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റിയിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് തന്നെ. അതിനുശേഷമാണ് അതിന്റെ റിയാലിറ്റി എന്തെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു, അതായത് പ്രണവ് തന്റെ ചാനലിൽ അച്ഛനും അമ്മ അവരെല്ലാം ചേർന്നൊരു വീഡിയോ ഇട്ടതും അതിനുശേഷം അതിന് എതിരായിട്ടുള്ള തെളിവ് സഹിതമായിട്ടുള്ള ഒരു വീഡിയോ പ്രവീണും അപ്ലോഡ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാരി തേച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക്, അതായത് ഞങ്ങൾക്ക് കണ്ടന്റ് ഇട്ട് തരുന്നത്. ഈ കണ്ടന്റിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾക്കാരും ഇത് പേഴ്സണലി ഞങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഈ ഒരു വീഡിയോസും അല്ലെങ്കിൽ കണ്ടന്റും എടുത്തതല്ല. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇവ റീച്ചിന് വേണ്ടിയിട്ടാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക.
ഇത് ആരാണ് ചെയ്തത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പ്രൈവറ്റ് ആക്കിയത് സന്തോഷം. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം സംസാരിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി കഴിഞ്ഞ ദിവസം തന്നെ പല കാര്യങ്ങൾ എക്സ്പോസ് ചെയ്താണ് പുറത്തു വന്നത്. അതായത് ഇവരുടെ അച്ഛന്റെ സഹോദരിയുടെ മകൾ എന്ന് പറയുന്ന ഒരു കസിൻ വേറൊരു കീർത്തന രവീന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോയിൽ ആ ഒരു കമന്റ് ബോക്സ് സെക്ഷനിലൂടെ തന്നെ പല കാര്യങ്ങൾ ഈ കുടുംബത്തെ കുറിച്ച് എക്സ്പോസ് ചെയ്ത് വന്നിരുന്നു. അപ്പൊ മേ ബി ഇനി അത് പേടിച്ചിട്ടാണോ, കാരണം ഇനിയും പല കാര്യങ്ങൾ എക്സ്പോസ് ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഓരോന്നായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മൃദുലെ ഒരു എന്താ പറയുക വളകാപ്പ് ചടങ്ങിന് ഒരിക്കൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീം ഉണ്ടായിരുന്നു. അപ്പൊ അവരും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ എന്തായാലും അവരുടെ ചാനലിൽ ഇപ്പം പ്രൈവറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. കാരണം അവരും പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരും അനുഭവിച്ച പല മോശപ്പെട്ട രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് ആ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രണവിനെ കുറിച്ച് തന്നെയാണ്. അവരുടെ ഭാഗത്ത് പ്രണവ് തന്നെയാണ് തെറ്റ്. പിന്നെ മൃദുലയെ കുറിച്ചും അതുപോലെ അമ്മയെ കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് അവരുടെ ഭാഗത്തുണ്ടായില്ല. ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തോന്നിയത് മൃദുല തന്നെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നെ നെഗറ്റീവ്, അതായത് അവരെടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന പോലെ ലൈഫല്ല അവരവിടെ കാണിച്ചിരുന്നത്. വെറും പക്ക അഭിനയം മാത്രമായിരുന്നു ഈ ജനങ്ങൾക്ക് മുന്നിൽ അവർ കാണുക. അത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അതായത് ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ റിയൽ ലൈഫ് അല്ല അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ അവർ അഭിനയിച്ചാണ് നമുക്ക് മുന്നിൽ ഓരോ കാര്യങ്ങൾ അവർ പ്രസന്റ് ചെയ്യുന്നത്. അത് വിശ്വസിച്ച് ഇവരുടെ ഈ ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു സ്നേഹം കാണുമ്പോൾ ചില വീടുകളിൽ കുടുംബകലഹം വരെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ കാണിക്കുന്ന സ്നേഹം കണ്ട് എന്തായാലും ഇതുപോലെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളും അവരോട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരും അവരും നമ്മളോട് ഇതുപോലെ സ്നേഹം കാണിക്കണം എന്നുള്ള ഒരു നിമിഷമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും. അത് അങ്ങനെ ആഗ്രഹം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളം തന്നെയാണ്. അത് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഒന്ന് കൊതിച്ചു പോകും. ഇതുപോലെ നമുക്കും ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു സ്നേഹം നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു ലൈഫ് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇപ്പൊ മനസ്സിലാകുക, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ പിറകിൽ ഓരോ ദുഃഖങ്ങളും, അവർക്ക് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും എല്ലാം എക്സ്പോസ് ചെയ്ത് പുറത്തു വരുന്നില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ കരുതേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒന്നും റിയൽ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പൊ ഇവർ രണ്ടുപേരും ഈ വീഡിയോ രണ്ടും മാറ്റിയിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതോടെ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയാൽ അത്രയും നല്ലത്. കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരിവാരി തേച്ചിട്ട് നിങ്ങൾ വീണ്ടും ഈ കുടുംബം വീണ്ടും ഒരു എന്താ പറയുന്നത് ലോ ലെവലിലേക്ക് പോകാതെ, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ഘട്ടത്തിലാകാതെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളാണ്, ഫാമിലി ഇഷ്യൂ ആണ്, ആ പ്രോബ്ലം എല്ലാം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി കരുണ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അത് സമൂഹം അങ്ങനെ തന്നെയാണ്. എവിടെ ഒരു ചെറിയൊരു തീപ്പൊരി കിട്ടോ ആ ഒരു തീപ്പൊരി അവർ ആളിക്കത്തിക്കാനേ നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവിടെ കൊണ്ട് നിർത്തുമെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നത്.